നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ നിൽക്കുന്ന മാഡം എന്റെ അഭിമാനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. അത് ഒരിക്കലും ഉണ്ടായില്ല. സർ, അതൊന്നും ഒരിക്കലും സാധിക്കില്ല. റോഡ് അപകടം ആര് വരുത്തിയാലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അതാണ് നിയമം. ഇവിടെയും അതേ സംഭവിക്കുന്നുള്ളൂ. ആണ് സാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഋതിക മാഡം സ്വന്തം മോളല്ലേ സാർ? പാവല്ലേ സാറേ? എത്രമാത്രം വിഷമിച്ചിട്ടാ മാഡം നിൽക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരാളെ അപകടത്തിൽപ്പെടുത്താനുള്ള മനസ്സുറപ്പ് മാഡത്തിനുണ്ടെന്ന് സാറ് കരുതുന്നുണ്ടോ? രാജു, എന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ആക്സിഡന്റ് അല്ല ഇത്. അയാള് കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയതാ. കേട്ടില്ല സാർ. പിഴവ് മാഡത്തിന്റെ ഭാഗത്തല്ല. അതൊക്കെ കോടതിയിൽ തെളിയട്ടെ. സാറേ, ദയവ് ചെയ്ത് സാർ അവിവേകം ഒന്നും കാണിക്കരുത്. മാഡത്തെ പോലീസ് അറസ്റ്റ് ചെയ്താലും ജയിലിൽ അടച്ചാലും അതിന്റെ അപമാനം മാഡത്തിന് മാത്രമല്ല ഉണ്ടാവുന്നത്, സാറിനും ഉണ്ടാവും. നഷ്ടപ്പെടുന്നത് സാറിന്റെ അഭിമാനവും ഈ കുടുംബത്തിന്റെ അന്തസ്സായിരിക്കും. സാറ് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല സാർ. അതെനിക്ക് വിഷമാവും. എനിക്കെന്നല്ല, ഈ നിൽക്കുന്ന എല്ലാവർക്കും, സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് സങ്കടാവും സാർ. ഞങ്ങൾ സങ്കടപ്പെടുമ്പോ സാറിന് സ്വസ്ഥത ഉണ്ടാവോ? സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉണ്ടാവില്ല. സാറിന്റെ ഉള്ളിൽ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സാറിന്റെ കാല് പിടിച്ച് പറയാം. പ്ലീസ് സർ. ഇവൻ എന്തായി കാണിക്കുന്നേ? ഇവനായിട്ടെല്ലാം കൊളവാക്കൂ. രാജു, നീ ഇതെന്താ കാണിക്കുന്നേ? സർ, പ്ലീസ് സർ, മാഡത്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കരുത്. രാജു, നിന്റെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ നിൽക്കുന്ന മാഡം എന്റെ അഭിമാനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. അത് ഒരിക്കലും ഉണ്ടായില്ല. സർ, ഇത്രയും നാളും ഇവളുടെ തന്നിഷ്ടം ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്കതിനാവില്ല. പ്രതാപേട്ട, അവസാനമായി ഒരു പ്രാവശ്യം കൂടെ ഏട്ടനും ഋതുവിനോട് ക്ഷമിച്ചൂടെ? പോലീസുകാർ പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഉടനെ ഇവിടെ എത്തും. അവരെത്തുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കണോ? ഇവിടെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി തിരിച്ചയക്കണോ? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞാനായിട്ട് കോമാളി വേഷം കെട്ടിക്കണോ? വേണ്ട സാർ. പോലീസുകാരുടെ മുമ്പില് സാറ് നാണം കിടണ്ട. അവരെ കോമാളിയാക്കാൻ വേണ്ട. പോലീസ് വരുമ്പോ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രതി വേണം. അത്രയല്ലുള്ളൂ. അത് ഋതിക മാഡം തന്നെ ആവണമെന്നില്ലല്ലോ. രാജു, നീ എന്തൊക്കെയായി പറയുന്നേ? കുറ്റം ഞാൻ ഏറ്റെടുക്കാം സാർ. കാർ ഓടിച്ചിരുന്നത് ഞാനാണ്. ഞാൻ കാരണോ അയാൾക്ക് അപകടം സംഭവിച്ചത്. രാജു, ദൈവത്തെ ഓർത്ത് സാർ ഇതിന് തടസ്സം പറയരുത്.
ഇവനെന്താ ഭ്രാന്ത് പിടിച്ചു? പോലീസ് വരുമ്പോ ഞാൻ കൂടെ പൊക്കോളാം സർ. ത്യാഗമാണോ ഇത്? ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതിന്റെ നന്ദിയാണ് സർ. ഒത്തിരി സഹായങ്ങൾ സാർ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് പകരം എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യണ്ടേ സർ? ഇല്ല രാജു, ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് പകരം രാജു ഈ കുറ്റം ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ മാഡം, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. മാഡം മാഡം ഒന്ന് സമാധാനിക്കണം. ഇത് എന്റെ കടമയാണ്. ഈ ഒരു അവസരത്തില് ഞാൻ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരനായിട്ട് കഴിയാൻ ഞാൻ അർഹനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയ ത്യാഗമൊന്നുമല്ല, എന്റെ ഉത്തരവാദിത്വ. അത് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു. ഈ അവസരം എനിക്ക് നിഷേധിക്കരുത് സർ. പോലീസ് വരുന്നതിന് മുമ്പ് നീ എനിക്ക് വിലം കിട്ടും അല്ലേ രാജു? എനിക്ക് സാറിനോട് ഒരു അപേക്ഷയുണ്ട്. എന്നെ ജാമ്യത്തിലിറക്കാൻ സാറ് ശ്രമിക്കരുത്. സാർ ഈ കേസിൽ ഇടപെട്ടു എന്നറിഞ്ഞ മീഡിയ അത് ആഘോഷിക്കും. പ്രതിപക്ഷവും സാറിന്റെ ശത്രുക്കളും അത് സാറിനെതിരെയുള്ള ആയുധമാക്കും. ആക്സിഡന്റ് ഉണ്ടാക്കിയത് അത് ഞാനാ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നമുക്ക് പോവാം സർ. സർ, സാറിനെ കൂടുതൽ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട സർ. ഞാൻ ഇയാളെ കൊണ്ടുപോവാണ് സർ. സർ നമുക്ക് പോവാം. സർ പോവാം സർ. രാജു, രാജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.